നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയർലൻഡിലേക്ക് ധാരാളം ഒഴിവുകളാണ് പല ഹോസ്പിറ്റലുകളിൽ നിന്നും ഇപ്പോൾ വരുന്നത്. അതൊക്കെ തന്നെ അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ധാരാളം നേഴ്സുമാർക്ക് വളരെ ഉപകാരപ്രദവുമാണ്. ഇന്നത്തെ വീഡിയോയും മറ്റൊന്നുമല്ല, അയർലൻഡിലെ വെക്സ്ഫോർഡുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക്, അതായത് വെക്സ്ഫോർഡ് ജനറൽ ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സ്റ്റാഫ് നഴ്സസ് മെഡിക്കൽ സർജിക്കൽ വാർഡ് HSC വെക്സ്ഫോർഡ്, ഇതൊരു ഫുൾ ടൈം പോസ്റ്റാണ്. KCR ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ ആണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. മെഡിക്കൽ സർജിക്കൽ വാർഡ് സ്റ്റാഫ് നഴ്സസ് ഫോർ വെക്സ്ഫോർഡ് ജനറൽ ഹോസ്പിറ്റൽ, അയർലൻഡ്. 4 വർഷത്തെ എങ്കിലും മെഡിക്കൽ സർജിക്കൽ വാർഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ഒരു 200 ബെഡഡ് ഹോസ്പിറ്റൽ ആയിരിക്കുകയും വേണം. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV, IELTS അല്ലെങ്കിൽ OET, അതുപോലെ തന്നെ NMBI സ്റ്റാറ്റസ് ഇതൊക്കെയും അയച്ച് കൊടുക്കേണ്ടുന്നതാണ്. ഓൺലൈൻ വഴിയായിട്ടാണ് ഇൻ്റർവ്യൂ. 12 ജൂൺ 2024, അതായത് 3-4 ദിവസം കൂടിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യണം. സാധാരണ പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. 2 വർഷമായിരുന്നു പണ്ട് ചോദിച്ചിരുന്നെങ്കിൽ ആ സ്ഥിതിയൊക്കെ മാറി. അതുകൊണ്ട് തന്നെ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉള്ളവരൊക്കെ തന്നെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യേണ്ടുന്നതുമാണ്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ് ദ NMBI ആപ്ലിക്കേഷൻ പ്രോസസ്. എ മിനിമം ഓഫ് 4 year acute hospital experience required in medical surgical ward. Successfully passed the IELTS or OET exam. Degree in nursing is required. ഇനി ഇതിൻ്റെ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും നോക്കാം. സാലറി ഫ്രം 35,068 to 52,790 euro based on your experience. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ സാലറി, അതായത് അയർലൻഡിൽ സാലറി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് HSCയുടെ ഹോസ്പിറ്റലുകളിൽ സാലറി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡിഫറൻസ് അനുസരിച്ച് സാലറിയിൽ വ്യത്യാസം വരും, കുറയത്തില്ല, കൂടത്തതേ ഉള്ളൂ. ഇതൊരു ഫുൾ ടൈം കോൺട്രാക്റ്റ് ആണ്. 37.5 hours ആണ് ഒരാഴ്ചയിൽ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം. 24 days ആനുവൽ ലീവ്, അതുപോലെ തന്നെ 10 പബ്ലിക് ഹോളിഡേയ്സും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഹയർ സ്റ്റഡീസിന് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റിയൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ റീലൊക്കേഷൻ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 4,710 euro ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഉണ്ട്. NMBI, RCSI, വിസ, OET അല്ലെങ്കിൽ IELTS ഇവയ്ക്കൊക്കെ ചിലവാക്കിയ പണം റീഎംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ വഴിയായിട്ടാണ് ഇൻ്റർവ്യൂ. നേരത്തെ പറഞ്ഞിരുന്നു 12 ജൂൺ 2024. ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്, തക്കത്തിൽ ഉപയോഗിക്കുക. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്കും അതുപോലെ തന്നെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ CV, NMBI സ്റ്റാറ്റസ്, OET അല്ലെങ്കിൽ IELTS റിസൾട്ട്, അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകൾ ഇതൊക്കെയും സെൻഡ് ചെയ്യുക. ഇതിൻ്റെ റെഫറൻസ് നമ്പർ, ഈ ജോലിയുടെ റെഫറൻസ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കോട്ട് ചെയ്യണം ആപ്ലിക്കേഷനിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.